ഹായ് നമസ്കാരം. +2 ബയോളജിയിലെ ലൈംഗിക പ്രത്യുൽപാദനം സപുഷ്പികളിൽ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എക്സാംസിന് ചോദ്യങ്ങൾ വരാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ച് പഠിക്കുക. ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ജനി, മെഗാസ്പൊറാഞ്ചിയം അഥവാ ഓവ്യൂൾ, ഭ്രൂണസഞ്ചി ഇതിനെക്കുറിച്ചാണ്. ജനി എന്ന് പറയുമ്പോൾ പിസ്റ്റിൽ, ഭ്രൂണസഞ്ചി എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്ക്. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവം എന്ന് പറയുന്നത് ഏതായിരുന്നു? ജനിപുടം അഥവാ ഗൈനീഷ്യം. ഗൈനീഷ്യം അഥവാ ജനിപുടമാണ് പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവം. ജനിപുടം ഒന്നുകിൽ ഒരു ജനി മാത്രമുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ മോണോകാർപ്പില്ലറി എന്നാണ് പറയുന്നത്. ഒരു ജനി മാത്രമുള്ളതാണെങ്കിൽ അതിനെ മോണോകാർപ്പില്ലറി എന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ജനികൾ ഉണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടി കാർപ്പില്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനി മാത്രമുള്ളതാണെങ്കിൽ ആ ജനിപുടത്തെ മോണോകാർപ്പില്ലറി ഗൈനീഷ്യം എന്ന് പറയും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ മൾട്ടി കാർപ്പില്ലറി ഗൈനീഷ്യം എന്നാണ് പറയുന്നത്. ഈ ഒന്നിൽ കൂടുതലുള്ള ജനി തന്നെ ഒന്നുകിൽ ഒരു കൂട്ടമായിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഓരോന്നും സ്വതന്ത്രമായും കാണപ്പെടും. ഇങ്ങനെ കൂട്ടമായി കാണപ്പെടുകയാണെങ്കിൽ അതിനെ സിൻകാർപ്പസ്, അതിനെയാണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയുന്നത്. കൂട്ടമായി കാണപ്പെടുകയാണെങ്കിൽ അതിനെ സിൻകാർപ്പസ് എന്ന് പറയും. സ്വതന്ത്രമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അപ്പോകാർപ്പസ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഈ എ എന്ന പിക്ചറിൽ കാണുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ജനിയാണ് കാണുന്നത്. ഇവിടെ മുകളിലായിട്ട് ഇങ്ങനെ പരാഗണ സ്ഥലം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ജനിതണ്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് വീർത്തിരിക്കുന്ന ഭാഗം അഥവാ അണ്ഡാശയം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബിയിൽ കൊടുത്തിരിക്കുന്നത് മൾട്ടി കാർപ്പിലറി ആയിട്ടുള്ള സിൻകാർപ്പസ് ആയിട്ടുള്ള ജനിയാണ്. അതായത് ഒരു കൂട്ടം ഒന്നിച്ചു ചേർന്ന് കാണപ്പെടുന്ന ജനി, അതാണ് സിൻകാർപ്പസ് ജനി. പപ്പാവറിൻ്റെ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ജനിയാണ് ഈ രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ചെമ്പകത്തിൻ്റെ മൾട്ടി കാർപ്പിലറി അപ്പോകാർപ്പസ് ജനിയാണ്. അതായത് സ്വതന്ത്രമായി കാണപ്പെടുന്നു. ഇവിടെ ഓരോ ജനിയും സ്വതന്ത്രമായി ഇങ്ങനെ കാണപ്പെടുന്നതാണ്. ഓരോ ജനിയും ഇങ്ങനെ സ്വതന്ത്രമായി കാണപ്പെടുന്നു. അങ്ങനെയാണ് ചെമ്പകത്തിൽ കാണപ്പെടുന്നത്. ഓരോ ജനിക്കും ഒരു പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ ഉണ്ടാവും, ജനിദണ്ട് അഥവാ സ്റ്റൈൽ ഉണ്ടാവും, അണ്ഡാശയം അഥവാ ഓവറി ഉണ്ടാവും. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ജനിക്ക് ഉണ്ടായിരിക്കുക. ഓരോ ജനിക്കും ഒരു പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ ഉണ്ടായിരിക്കും, ജനിദണ്ട് അല്ലെങ്കിൽ സ്റ്റൈൽ ഉണ്ടായിരിക്കും, അണ്ഡാശയം അഥവാ ഓവറി ഉണ്ടായിരിക്കും. ജനിതണ്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആ പരാഗണ സ്ഥലത്തിന് താഴെയായി കാണപ്പെടുന്ന നീളമുള്ള വണ്ണം കുറഞ്ഞ ആ ഭാഗമാണ് ജനിതണ്ട് എന്ന് അറിയപ്പെടുന്നത്. ജനിയുടെ അടിയിലുള്ള ആ വീർത്തിരിക്കുന്ന ഭാഗം അതിനെയാണ് അണ്ഡാശയം എന്ന് വിളിക്കുന്നത്. ഈ അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി അഥവാ അറ കാണപ്പെടുന്നുണ്ട്. അതാണ് അണ്ഡാശയ അറ അഥവാ ഓവേറിയൻ ക്യാവിറ്റി. ഈ അണ്ഡാശയ അറയ്ക്കുള്ളിലാണ് പ്ലാസൻ്റ കാണപ്പെടുന്നത്. ഒവേറിയൻ ക്യാവിറ്റിക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? പ്ലാസൻ്റ കാണപ്പെടുന്നത്. പ്ലാസൻ്റയിൽ നിന്നുമാണ് ഒവ്യൂളുകൾ രൂപപ്പെടുന്നത്. അണ്ഡാശയ അറയ്ക്കുള്ളിൽ പ്ലാസൻ്റ കാണപ്പെടുന്നു, പ്ലാസൻ്റയിൽ ഒവ്യൂളുകൾ രൂപപ്പെടുന്നു. ഒവ്യൂളുകൾ അഥവാ മെഗാസ്പൊറാഞ്ചിയ കാണപ്പെടുന്നത് പ്ലാസൻ്റയിലാണ്. ഈ അണ്ഡാശയത്തിൽ രൂപപ്പെടുന്ന ഒവ്യൂളുകളുടെ എണ്ണം ഒന്നുകിൽ 1 ആയിരിക്കാം, അല്ലെങ്കിൽ 1ൽ കൂടുതലായിരിക്കാം. ഇങ്ങനെ ഒരു ഒവ്യൂൾ മാത്രം കാണപ്പെടുന്നതിന് ഉദാഹരണമാണ് ഗോതമ്പ്, നെല്ല്, മാങ്ങ. ഇതൊക്കെ 1ൽ കൂടുതൽ ഒവ്യൂളുകൾ കാണപ്പെടുന്നതിന് ഉദാഹരണമാണ് പപ്പായ, തണ്ണിമത്തൻ, ഓർക്കിഡ്. ഒരു ഒവ്യൂൾ മാത്രം കാണപ്പെടുന്നതിന് ഉദാഹരണമാണ് ഗോതമ്പ്, നെല്ല്, മാങ്ങ. 1ൽ കൂടുതൽ ഒവ്യൂളുകൾ കാണപ്പെടുന്നതിന് ഉദാഹരണമാണ് പപ്പായ, തണ്ണിമത്തൻ, ഓർക്കിഡ്. ഇതൊക്കെ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്ന ഒരു തണ്ട് വഴിയാണ് ഒവ്യൂള് പ്ലാസൻ്റയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഫ്യൂണിക്കിളുമായി യോജിക്കുന്ന ഒവ്യൂളിൻ്റെ ഭാഗത്തെ ഹൈലം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഫ്യൂണിക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്യൂണിക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വഴിയാണ് ഒവ്യൂളുകൾ പ്ലാസൻ്റയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്.
ഈ ഫ്യൂണിക്കിളുമായി ചേരുന്ന ഈ ഒവ്യൂളിൻ്റെ തണ്ട് പോലെയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലം എന്ന് പറയുന്നത്. അതായത് ഈ ഓവ്യൂളും അതുപോലെ ഈ ഫ്യൂണിക്കിളും തമ്മിൽ സന്ധിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. ഓരോ ഓവ്യൂളിന് ചുറ്റുമായിട്ട് 1 അല്ലെങ്കിൽ 2 സംരക്ഷണ ആവരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ ആവരണങ്ങളെയാണ് ഇൻറ്റഗുമെൻറ്റുകൾ അഥവാ ഇൻറ്റഗുമെൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഓവ്യൂളിന് ചുറ്റുമായി 1 2 സംരക്ഷണ ആവരണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ ആവരണങ്ങളെയാണ് ഇൻറ്റഗുമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇൻറ്റഗുമെൻറ്റിനാൽ ആവരണം ചെയ്തു കാണപ്പെടുന്ന ഒവ്യൂളിൻ്റെ ഭാഗം അതിനെയാണ് ന്യൂസെല്ലസ് എന്ന് വിളിക്കുന്നത്. ഇൻറ്റഗുമെൻറ്റിനാൽ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗം ന്യൂസെല്ലസ് എന്ന് പറയും. അപ്പോൾ ആവരണം ചെയ്യാത്ത ഭാഗം എന്തായിരിക്കും? ഒരു ചെറിയ സുഷിരം പോലെ ഉണ്ടായിരിക്കും. ആ ഭാഗത്തിന് നമ്മൾ മൈക്രോപൈൽ എന്നാണ് പറയുന്നത്. ഓവ്യൂളിൻ്റെ ഒരു ഭാഗം മൈക്രോപൈലാർ എൻഡ്, അതായത് ന്യൂസെല്ലസിനാൽ ആവരണം ചെയ്യപ്പെടാത്ത ഭാഗം, മറ്റേ ഭാഗം ചലാസൽ എൻഡ് അല്ലെങ്കിൽ ചലാസവശം. ഈ ചലാസ ഭാഗം എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ അടിഭാഗമാണ്. ഈ ന്യൂസെല്ലസിലെ കോശങ്ങളിൽ നിറയെ എന്തായിരിക്കും? സ്റ്റോർഡ് ഫുഡ് ഉണ്ടായിരിക്കും, അതായത് സംഭൃത ആഹാരം ഉണ്ടായിരിക്കും. ന്യൂസെല്ലസിനുള്ളിലാണ് ഭ്രൂണസഞ്ചി അഥവാ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് കാണപ്പെടുന്നത് ന്യൂസെല്ലസിൻ്റെ ഉള്ളിലാണ്. സാധാരണയായി ഒരു ഓവ്യൂളിൽ ഒരു മെഗാസ്പോറിൽ നിന്നും രൂപപ്പെടുന്ന ഒരു ഭ്രൂണസഞ്ചി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഡി എന്ന് പറയുന്ന ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓവ്യൂളിനെ ഫ്യൂണിക്കിളുമായി കണക്ട് ചെയ്യുന്ന തണ്ട് പോലെയുള്ള ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. 1 2 ഇൻറ്റഗുമെൻറ്റുകൾ ഉണ്ടായിരിക്കും ഓവ്യൂളിന്. ഇൻറ്റഗുമെൻറ്റിനാൽ ആവരണം ചെയ്യപ്പെടാത്ത ഭാഗം ഒരു ചെറിയ സുഷിരം പോലെ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഇൻറ്റഗുമെൻറ്റിനാൽ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ന്യൂസെല്ലസ് കാണിച്ചിട്ടുണ്ട്. മൈക്രോപൈലാർ എൻഡിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് ചലാസ അഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോപൈലാർ വശം ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വശമാണ് ചലാസൽ അഗ്രം അഥവാ ചലാസ വശം. ഇനി അടുത്തതാണ് മെഗാസ്പോറോജെനസിസ് എന്താണെന്ന് നോക്കാം. മെഗാസ്പോർ മാതൃകോശത്തിൽ നിന്നും മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് മെഗാസ്പോറോജെനസിസ്. മെഗാസ്പോർ മാതൃകോശം അഥവാ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് മെഗാസ്പോറോജെനസിസ്. ഓവ്യൂളിനുള്ളിൽ ന്യൂസെല്ലസിലെ മൈക്രോപൈലാർ വശത്തുള്ള ഒരു കോശം, മൈക്രോപൈലാർ വശം ഏതായിരുന്നു? ആ മുകളിലെ വശമില്ലേ, ആ മുകളിലുള്ള വശത്തുള്ള ഒരു കോശം മെഗാസ്പോർ മാതൃകോശമായി രൂപാന്തരപ്പെടുന്നു. ഈ മെഗാസ്പോർ മാതൃകോശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ നിറയെ കോശദ്രവ്യം ഉണ്ടായിരിക്കും, അതുപോലെ വ്യക്തമായ മർമ്മം ഉണ്ടായിരിക്കും. ഇതൊരു വലിയ കോശമാണ്, അതിൽ നിറയെ കോശദ്രവ്യം ഉണ്ടായിരിക്കും, അതുപോലെ വ്യക്തമായിട്ടുള്ള മർമ്മം ഉണ്ടായിരിക്കും. ഈ മെഗാസ്പോർ മാതൃകോശത്തിൽ എന്ത് നടക്കുമെന്നറിയോ? അതിൽ ഊനഭംഗം അഥവാ മിയോസിസ് നടക്കും. ഇങ്ങനെ മിയോസിസ് നടന്നിട്ട് എന്താണ് ഉണ്ടാകുന്നതെന്നറിയോ? 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. മെഗാസ്പോർ മാതൃകോശത്തിൽ മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ മൈക്രോപൈലാർ അഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും മൈക്രോപൈലാർ അഗ്രമാണ്. ഈ മൈക്രോപൈലാർ അഗ്രത്തിൽ കുറേ കോശങ്ങളുണ്ട്. അതിൽ ഒരു കോശം വലിയതായിട്ടുണ്ട്. ഈ ഒരു കോശം, നടുവിലുള്ള ഈ ഒരു കോശം നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയതായിട്ടുണ്ട്, ഒരു വലിയ കോശമായിട്ടുണ്ട്. അതിൽ നിറയെ കോശദ്രവ്യമുണ്ട്. ഒരു വലിയ ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ന്യൂക്ലിയസ് ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു ന്യൂക്ലിയസും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെഗാസ്പോർ മദർ സെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ മിയോസിസ് നടക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർ ഡയാഡ് ഉണ്ടാവും. ആദ്യം 2 ആവും, എന്നിട്ട് അതിൽ വീണ്ടും മിയോസിസ് നടന്നിട്ട് എന്തായി മാറും? മെഗാസ്പോർ ടെട്രാഡ് അഥവാ 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. ഇനി പെൺ ഗാമിറ്റോഫൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഒട്ടുമിക്ക സപുഷ്പികളിലും 4 മെഗാസ്പോറുകളിൽ 1 മാത്രം നിലനിൽക്കുകയും ബാക്കിയുള്ള 3 നശിച്ചു പോവുകയും ചെയ്യും. ഒരൊറ്റ മാത്രം അവിടെ ബാക്കി നിൽക്കും, ബാക്കി 3 എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇങ്ങനെ ഈ ബാക്കി വന്നിട്ടുള്ള ഒരെണ്ണം, അതായത് ഈ സജീവമായിട്ടുള്ള മെഗാസ്പോർ എന്താവും? ഒരു പെൺ ഗാമിറ്റോഫൈറ്റ് അഥവാ ഭ്രൂണസഞ്ചി അഥവാ എംബ്രിയോ സാക്കായി വികാസം പ്രാപിക്കുന്നു.
ഇത്തരത്തിൽ ഒരു മെഗാസ്പോറിൽ നിന്നും ഭ്രൂണസഞ്ചി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്നത് മോണോസ്പോറിക് തരത്തിലുള്ള ഭ്രൂണസഞ്ചി രൂപപ്പെടൽ എന്നാണ്. ഒരു മെഗാസ്പോറിൽ നിന്നും ഭ്രൂണസഞ്ചി ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? മോണോസ്പോറിക് തരത്തിലുള്ള ഭ്രൂണസഞ്ചി രൂപപ്പെടൽ. ഇനി എങ്ങനെയാണ് ഈ ഭ്രൂണസഞ്ചി രൂപപ്പെടുന്നത് എന്ന് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. ഒരു മെഗാസ്പോർ മാത്രം ആക്റ്റീവായിട്ടുണ്ടാവും, ബാക്കി 3 നശിച്ചു പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഈ ഒരു മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ് അഥവാ ഈ മർമ്മത്തിൽ എന്ത് നടക്കും? ക്രമഭംഗം അഥവാ മൈറ്റോസിസ് നടക്കും. ക്രമഭംഗം അഥവാ മൈറ്റോസിസിന് ഇത് വിധേയമാകുന്നു. അങ്ങനെ 2 മർമ്മമായി തീരും. മൈറ്റോസിസ് നടന്ന് 2 മർമ്മമായി തീരുകയും ഭ്രൂണസഞ്ചിയുടെ 2 ധ്രുവങ്ങളിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ്വിമർമ്മ ഭ്രൂണസഞ്ചി, 2 മർമ്മമുള്ള ഭ്രൂണസഞ്ചി അഥവാ 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ, ആദ്യത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ 2 മർമ്മം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മർമ്മം ഈ ഒരു സൈഡിലോട്ടും വന്നിട്ടുണ്ട്, ഒരു മർമ്മം ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കാണ്. ഇനി ഈ 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വീണ്ടും 2 ക്രമഭംഗത്തിന് വിധേയമാവും. അങ്ങനെ അത് 4 മർമ്മമുള്ള ഭ്രൂണസഞ്ചി അഥവാ 4 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കായി മാറും. പിന്നീട് ഇതെന്താവും? വീണ്ടും ഇതിൽ ക്രമഭംഗം അഥവാ മൈറ്റോസിസ് നടന്നിട്ട് അത് 8 മർമ്മമുള്ള ഭ്രൂണസഞ്ചിയായി മാറുകയും ചെയ്യും. ഇങ്ങനെയെല്ലാം ക്രമഭംഗം നടക്കുമ്പോഴും അത് മർമ്മത്തിന് മാത്രമാണ് വിഭജനം നടക്കുന്നത്. മർമ്മ വിഭജനം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു? അവയ്ക്ക് ചുറ്റും കോശഭിത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ 8 മർമ്മമുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മർമ്മങ്ങൾക്ക് ചുറ്റും കോശഭിത്തിയുടെ രൂപീകരണം നടക്കും. അങ്ങനെ അതൊരു മാതൃകാ ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റായി രൂപാന്തരപ്പെടുന്നു. 8 മർമ്മഘട്ടത്തിന് ശേഷം മാത്രം എന്ത് സംഭവിക്കും? മർമ്മങ്ങൾക്ക് ചുറ്റുമായി കോശഭിത്തിയുടെ രൂപീകരണം നടക്കും. അങ്ങനെ അത് മാതൃകാ ഭ്രൂണസഞ്ചി അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റായി രൂപാന്തരപ്പെടുന്നു. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? 2 മർമ്മം ഉണ്ടാവും ഒരു ആദ്യത്തെ മൈറ്റോസിസ് നടന്നിട്ട്, എന്നിട്ട് അതിൽ വീണ്ടും മൈറ്റോസിസ് നടക്കും. അങ്ങനെ വീണ്ടും മൈറ്റോസിസ് നടന്നിട്ട് ഇതിൽ നോക്കിയാൽ അറിയാം ഇവിടെ 4 എണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെന്തായി? 8 മർമ്മമായിട്ട് മാറുന്നുണ്ട്. 4 എണ്ണം ഈ ഒരു സൈഡിലും 4 എണ്ണം ഈ ഒരു സൈഡിലും. ഇങ്ങനെ 8 മർമ്മമായി കഴിയുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഓരോ മർമ്മത്തിന് ചുറ്റും കോശഭിത്തിയുടെ രൂപീകരണം നടക്കുന്നു. ആകെ 8 മർമ്മങ്ങളാണ് ഉണ്ടായത്. അതിൽ 6 എണ്ണത്തിന് ചുറ്റും കോശഭിത്തി ഉണ്ടാകുന്നു. അങ്ങനെ അത് 6 കോശങ്ങളായി മാറുന്നു. ബാക്കി 2 മർമ്മം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് നേരെ ഭ്രൂണസഞ്ചിയുടെ മധ്യഭാഗത്തുള്ള വലിയൊരു മധ്യകോശം അഥവാ സെൻട്രൽ സെല്ലിൽ പോയി അങ്ങനെ നിൽക്കും. അതിനെയാണ് നമ്മൾ പോളാർ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഈ മധ്യഭാഗത്ത് വന്ന് അത് നിൽക്കുകയാണ്. ഇതാണ് പോളാർ മർമ്മങ്ങൾ. ഈ 2 എണ്ണമാണ് പോളാർ മർമ്മങ്ങൾ. ഇനി ഈ ഭ്രൂണസഞ്ചിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ കോശങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. 3 കോശങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ആ മൈക്രോ പൈലാർ വശം, അതായത് മേലെയുള്ള വശം ഉണ്ടല്ലോ, അവിടെ വന്ന് നിൽക്കും. 3 കോശങ്ങൾ എന്ത് ചെയ്യും? നേരെ താഴെ ഉണ്ടല്ലോ ചലാസൽ വശം, അവിടെ പോയി നിൽക്കും. അങ്ങനെ ഈ മൈക്രോ പൈലാർ വശത്ത് വന്ന് നിൽക്കുന്ന ആ 3 കോശങ്ങൾ ചേർന്നിട്ട് അവയെ എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുന്നത്. ഈ മൈക്രോ പൈലാർ വശത്ത് വന്ന് നിൽക്കുന്ന കോശങ്ങളെ എന്താ വിളിക്കുന്നത്? എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. ഈ എഗ് അപ്പാരറ്റസിന് 2 കോശങ്ങളെ നമ്മൾ സൈനർജിഡുകൾ എന്നും, അതായത് 2 കോശങ്ങൾ സൈനർജിഡ് കോശങ്ങളാണ്. ഒരു കോശം അണ്ഡകോശം അഥവാ എഗ്ഗുമാണ്. അപ്പോൾ എഗ് അപ്പാരറ്റസിന് എത്ര കോശങ്ങളുണ്ട്? 3 കോശങ്ങളുണ്ട്. അതിൽ 2 എണ്ണം എന്ത് കോശങ്ങളാണ്? സൈനർജിഡ് കോശങ്ങളാണ്. ഒരെണ്ണം എന്താണ്? അണ്ഡകോശമാണ്. ഈ സൈനർജിഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൈക്രോ പൈലാർ അറ്റത്തുള്ള ഭാഗം കനം കൂടിയ ഭാഗമായിരിക്കും. അത് പ്രത്യേക കോശഘടനയുള്ള ഭാഗമായിരിക്കും. ആ ഒരു ഭാഗത്തിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് എവിടെയാണ് കാണുന്നത്? ആ എഗ് അപ്പാരറ്റസിലുള്ള സൈനർജിഡിൻ്റെ ഒരു ഭാഗത്ത് കനം കൂടിയ പ്രത്യേകം കോശഘടനയുള്ള ഒരു അറ്റം കാണപ്പെടുന്നുണ്ട് മൈക്രോ പൈലാർ അറ്റത്ത്, സൈനർജിഡിൻ്റെ മൈക്രോ പൈലാർ അറ്റത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഫങ്ഷൻ അഥവാ ധർമ്മം എന്താണെന്ന് വെച്ചാൽ പരാഗനാളിയെ സൈനർജിഡിലേക്ക് നയിക്കുക. പരാഗനാളി ഉണ്ടാവും. ഈ പോളൻ ഗ്രെയിൻസ് പരാഗണ സ്ഥലത്ത് പോയി വീണ് കഴിയുമ്പോൾ അവിടുന്ന് നേരെ ജനിയിൽ കൂടി ഒരു പരാഗനാളി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ പരാഗനാളിയെ സൈനർജിഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി 3 കോശങ്ങൾ, ആദ്യത്തെ 3 കോശങ്ങൾ മൈക്രോപൈലാർ അറ്റത്തുണ്ട്. അത് എഗ് അപ്പാരറ്റസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ 2 സൈനർജിഡ്, പിന്നെ 1 അണ്ഡകോശം. ഇനി നേരെ ബാക്കി ഒരു 3 കോശങ്ങളുണ്ടല്ലോ, അതെന്താണ്? അത് ചലാസലൻ്റ്, അതായത് മൈക്രോപൈലാർ എൻഡിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്, അവിടെയാണ് ഈ 3 കോശങ്ങൾ കാണപ്പെടുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ആൻറ്റിപോഡലുകൾ. ഈ 3 കോശങ്ങളെയാണ് ആൻറ്റിപോഡലുകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ മധ്യഭാഗത്ത് ഒരു വലിയ കോശമുണ്ട്. അതിൽ 2 മർമ്മങ്ങളുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സപുഷ്പികളിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഭ്രൂണസഞ്ചിയിൽ സാധാരണയായിട്ട് 8 മർമ്മങ്ങൾ ഉണ്ടായിരിക്കും. 3 മുകളിൽ, 3 താഴെ, 2 മിഡിൽ, അങ്ങനെ 8 മർമ്മങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കോശങ്ങൾ എത്രയായിരിക്കും? 7 ആയിരിക്കും. 3 മുകളിൽ, 3 താഴെ, ഒരു വലിയ കോശം മിഡിൽ, അങ്ങനെ 7 കോശങ്ങളുമാണ് ഉണ്ടായിരിക്കുക. ഇനി പരാഗണത്തെക്കുറിച്ചാണ് പറയുന്നത്. സപുഷ്പികളായ സസ്യങ്ങളിൽ പുംബീജം പരാഗരേണുവിൻ്റെ ഉള്ളിലും അണ്ഡം ഭ്രൂണസഞ്ചിക്കകത്തുമാണ് ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഈ 2 ബീജങ്ങൾക്ക് എന്തില്ല? ചലനശേഷി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ബീജസംയോഗത്തിന് വേണ്ടിയിട്ട് ഒരുമിക്കണം. അങ്ങനെ ഒരുമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗയിൽ നിന്ന് പുറത്തു വരുന്ന പരാഗരേണുക്കൾ ജനിയിലെ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കണം. അങ്ങനെ ആ പതിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പരാഗണം. ഈ സപുഷ്പികളാണെങ്കിൽ, പുഷ്പിക്കുന്ന ഈ പൂക്കളിൽ പരാഗണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾ പരാഗണത്തിന് വേണ്ടിയിട്ട്, പോളിനേഷന് വേണ്ടിയിട്ട് കുറേ പരാഗണകാരികൾ, പോളിനേഷൻ ഏജൻസിനെയും കൂടി ആശ്രയിക്കുന്നുണ്ട്. അതായത് ഈ കാറ്റ്, ഷഡ്പദങ്ങൾ, ഇങ്ങനെ ഒരുപാട് പോളിനേഷൻ ഏജൻസിനെ കൂടി ഈ പുഷ്പിക്കുന്ന സസ്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. പരാഗണം തന്നെ വിവിധ തരത്തിലുണ്ട്. ഓട്ടോഗമി ഉണ്ട്, ഗെയ്റ്റനോഗമി ഉണ്ട്, സെനോഗമി ഉണ്ട്. ഇങ്ങനെ 3 തരത്തിൽ പരാഗണം നടക്കുന്നുണ്ട്. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഒരേ പൂവിൽ തന്നെ നടക്കുന്ന പരാഗണം, അതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ ഒരേ ചെടിയുടെ തന്നെ ഒരു പൂവിലെ പരാഗരേണു വേറെ ഒരു പൂവിൻ്റെ പരാഗരേണുവിലേക്ക് പതിക്കുക. സെയിം ചെടി തന്നെയായിരിക്കും, അതിൻ്റെ ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പരാഗരേണുക്കൾ വന്ന് പതിച്ച് പരാഗണം നടത്തുന്നതിനെയാണ് നമ്മൾ ഗെയ്റ്റനോഗമി എന്ന് പറയുന്നത്. സെനോഗമി എന്ന് പറഞ്ഞാൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ വർഗത്തിലുള്ള വേറെ ഒരു സസ്യത്തിൻ്റെ പൂവിൽ പരാഗണ സ്ഥലത്ത് പോയിട്ട് പതിച്ച് പരാഗണം നടക്കുന്ന പ്രക്രിയയാണ് സെനോഗമി. പരാഗിയും പരാഗണ സ്ഥലവും ദൃശ്യമാകുന്ന രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവിൽ പൂർണ്ണമായും ഓട്ടോഗമി നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇങ്ങനെയുള്ള പൂക്കളിൽ ഓട്ടോഗമി നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാഗരേണുക്കൾ പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ പരാഗണ സ്ഥലം പരാഗരേണുക്കളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതും ഒരേ സമയത്തായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവ അടുത്തടുത്ത് കാണപ്പെടണം. പരാഗിയും പരാഗണ സ്ഥലവും അടുത്തടുത്തായിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരം പൂക്കളിൽ എന്ത് സംഭവിക്കുള്ളൂ? ഓട്ടോഗമി സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള പൂക്കൾക്ക് ഉദാഹരണമാണ് വയോള, പാൻസി, പുളിയാറില അഥവാ ഓക്സാലിസ്, അടുക്ക വെറ്റില അഥവാ കൊമേലിന. ഇവയിലൊക്കെ 2 തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ചാസ്മോഗ്യാമസ് പൂക്കൾ, വേറെ ഒന്ന് ക്ലീറ്റോഗ്യാമസ് പൂക്കൾ. അപ്പോൾ എന്താണ് ഈ ചാസ്മോഗ്യാമസ്, ക്ലീറ്റോഗ്യാമസ്? അതാണ് നമുക്ക് നോക്കേണ്ടത്. പരാഗിയും പരാഗണ സ്ഥലവും ദൃശ്യമാകുന്ന രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയാണ് ചാസ്മോഗ്യാമസ് പൂക്കളെന്ന് പറയുന്നത്. എന്നാൽ ക്ലീസ്റ്റോഗ്യാമസ് പൂക്കളാണെങ്കിൽ അത് വിടരുന്നില്ല. ഇത്തരം പൂക്കളിൽ പരാഗിയും പരാഗണ സ്ഥലവും വളരെ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. വിടരില്ല, ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ പരാഗിയും പരാഗണ സ്ഥലവും അടുത്തടുത്ത് സ്ഥിതി ചെയ്യും. ചാസ്മോഗ്യാമസ് ആണെങ്കിലോ അത് നല്ലപോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളായിരിക്കും. അതിൽ ഈ പരാഗിയും പരാഗണ സ്ഥലവും ദൃശ്യമാകുന്ന രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. അതാണ് ചാസ്മോഗ്യാമസ് പൂക്കൾ. ഇങ്ങനെ ഈ വിടരാത്ത ഇങ്ങനെ നിൽക്കുന്ന പൂക്കളാണെങ്കിൽ ആ പൂക്കൾക്കുള്ളിൽ വെച്ചിട്ട് തന്നെ പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പുറത്തേക്ക് വരുന്ന ഉടൻ തന്നെ അതെന്ത് ചെയ്യും? പരാഗണ സ്ഥലത്ത് വന്നിട്ട് പതിക്കും. അങ്ങനെ എന്താവും? പരാഗണം നടക്കും.
ഇത് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ്, വേറൊരു പുഷ്പത്തിൽ നിന്ന് പരാഗരേണുക്കളൊന്നും ഇതിൽ വന്ന് പതിക്കില്ല. സെയിം പുഷ്പത്തിൻ്റെ തന്നെ പരാഗരേണുക്കൾ മാത്രമേ ഇതിൽ വന്നിട്ട് പരാഗണ സ്ഥലത്ത് പതിക്കുന്നുള്ളൂ. ഓട്ടോഗമി മാത്രമാണ് ഇതിൽ വിത്തുണ്ടാവാനുള്ള ഒരേ ഒരു മാർഗം. ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൂവിൻ്റെ തന്നെ പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ വേറൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പോയി പതിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോയി പതിക്കണമെങ്കിൽ പരാഗണകാരികൾ ആവശ്യമാണ്. അതൊരു പരപരാഗണമാണ്. പരാഗണകാരികൾ ഉള്ളതുകൊണ്ട് അത് പരപരാഗണമാണ്. എന്നിരുന്നാലും പരാഗരേണുക്കളുടെ ഉറവിടം ഒരേ സസ്യത്തിൽ നിന്നായതിനാൽ ഇതിനെയും നമ്മൾ എന്താണ്, ഒരു തരം ഓട്ടോഗമിയായിട്ട്, ജനിതകപരമായിട്ട് ഇതൊരു ഓട്ടോഗമി തന്നെയാണ്. അതാണ് ഗെയ്റ്റനോഗമി എന്ന് പറയുന്നത്. നമ്മളിതിന് ഓട്ടോഗമി എന്നല്ല, ഗെയ്റ്റനോഗമി എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് സെനോഗമി. സെനോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സസ്യത്തിൻ്റെ ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന പരാഗരേണുക്കൾ വേറൊരു സെയിം സ്പീഷീസിലുള്ള സസ്യത്തിലെ പൂവിലെ പരാഗണ സ്ഥലത്ത് പോയിട്ട് പതിച്ച് പരാഗണം നടക്കുന്നതിനെയാണ് സെനോഗമി എന്ന് പറയുന്നത്. ജനിതകപരമായ വ്യത്യസ്തത പുലർത്തുന്ന പരാഗരേണുക്കളെ പരാഗണ സ്ഥലത്തെത്തിക്കുന്ന ഏക പരാഗണ രീതിയാണ് ഏത്, സെനോഗമി എന്ന് പറയുന്നത്. കാരണം വ്യത്യസ്ത സസ്യങ്ങളിലായതുകൊണ്ട്. ഇനി പരാഗണകാരികളെക്കുറിച്ച് നോക്കാം. ഒരുപാട് ടൈപ്പ് പരാഗണകാരികളുണ്ടല്ലേ. അപ്പോൾ പരാഗണകാരികളെക്കുറിച്ച് നോക്കാം. ഒന്ന് ജലം ഒരു പരാഗണകാരിയാണ്. ജലത്തിലൂടെയുള്ള പരാഗണം സപുഷ്പികളിൽ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. ഏകദേശം 30 ജീനസുകളിൽ, മിക്കവാറും ഏകബീജപത്ര സസ്യങ്ങളിലാണ് ജലത്തിലൂടെയുള്ള പരാഗണം നടക്കുന്നത്. ഏകദേശം 30 ജീനസുകളിലാണ് ഇങ്ങനെ ജലത്തിലൂടെ പരാഗണം നടക്കുന്നത്. എന്നാൽ ഈ താണതരം സസ്യങ്ങളുണ്ടല്ലോ, ആൽഗകൾ, ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, ഇങ്ങനെയുള്ളതൊക്കെ, ഇതിലൊക്കെ അധികവും എന്താണ്, പുംബീജത്തിൻ്റെ സംവഹനത്തിന് ജലം ആവശ്യമാണ്. ചില ബ്രയോഫൈറ്റുകളും ടെറിഡോഫൈറ്റുകളും ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടാൻ കാരണം ഇതാണ്, അതിന് പുംബീജത്തിൻ്റെ സംവഹനത്തിന് ജലം ആവശ്യമാണ്. ഇപ്പോൾ ജലത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്റ്റീറ. ഈ വാലിസ്നേറിയയും ഹൈഡ്രില്ലേൻ്റെയും പ്രത്യേകത എന്താണ്, അത് ശുദ്ധജല സസ്യങ്ങളാണ്. എന്നാൽ ഈ സോസ്റ്റീറയാണെങ്കിലോ അതൊരു കടൽ സസ്യമാണ്. എന്നാൽ വെള്ളത്തിൽ കാണപ്പെടുന്ന എല്ലാ സസ്യങ്ങളിലും വെള്ളം വഴി പരാഗണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉദാഹരണത്തിന് നമ്മൾ ഈ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന കുളവാഴയില്ലേ, അതായത് വാട്ടർ ഹയാസിന്ത്, അതുപോലെ തന്നെ ആമ്പൽ അഥവാ വാട്ടർ ലില്ലി, ഇതിലൊക്കെ പരാഗണം നടത്തുന്നത് ഈ കരയിലെ സസ്യങ്ങളിലെ പോലെ തന്നെ ഷഡ്പദങ്ങൾ വഴിയോ അല്ലെങ്കിൽ കാറ്റു വഴിയോ ഒക്കെയാണ്. എന്നാൽ വാലിസ്നേറിയ നോക്കുകയാണെങ്കിൽ ഈ വാലിസ്നേറിയയിൽ പെൺപൂക്കൾക്ക് നീണ്ട തണ്ടുകളായിരിക്കും ഉണ്ടാവുക. ഈ തണ്ടുകൾ ഈ പെൺപൂക്കളെ എന്ത് ചെയ്യും, ജലോപരിതലത്തിലേക്ക് ഇങ്ങനെ എത്തിക്കും. ഓക്കെ, ആൺപൂക്കൾ അല്ലെങ്കിൽ ആൺ പരാഗരേണുക്കൾ ജലത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടും. ജലതരംഗങ്ങൾ വഴി ഈ പരാഗരേണുക്കളെ നേരെ എന്ത് ചെയ്യുന്നു, പെൺപൂക്കളിലെ പരാഗണ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ വാലിസ്നേറിയയിലെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ജലത്തിലൂടെ തന്നെ പരാഗണം നടത്തുന്ന വേറെ സസ്യമാണ് സോസ്റ്റീറ. സോസ്റ്റീറയിലാണെങ്കിൽ പെൺപൂവ് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കും. എന്നിട്ട് ഈ പരാഗരേണുക്കൾ വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഇവയുടെ പൂക്കളിലെ പരാഗരേണുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് നീളമുള്ളതായിരിക്കും. ഒരു റിബൺ പോലെ നീണ്ടിട്ടുള്ള പരാഗരേണുക്കളാണ് കാണപ്പെടുന്നത്. ജലത്തിലൂടെ പരാഗണം നടക്കുന്ന ഭൂരിഭാഗം സസ്യങ്ങളിലെയും പരാഗരേണുക്കൾ വഴുവഴുപ്പുള്ള ആവരണമുള്ളതാണ്. അതായത് ഒരു മ്യൂസിലേജിനസ് ആവരണം ഉണ്ടായിരിക്കും, ഒരു വഴുവഴുപ്പുള്ള ആവരണം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴുവഴുപ്പുള്ള ആവരണം? പരാഗരേണുക്കൾ നനഞ്ഞിട്ട് അത് നശിച്ചു പോകാൻ പാടില്ല. അങ്ങനെ നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലനമാണ് ഈ മ്യൂസിലേജിനസ് ആവരണം അഥവാ ഈ വഴുവഴുപ്പുള്ള ഈ ആവരണം. ഇപ്പോൾ ഈ കരയിലെ സസ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് നല്ല നിറമോ അല്ലെങ്കിൽ അതുപോലെ തേനോ ഒക്കെ അതിനുണ്ടായിരിക്കും. എന്നാൽ ഈ ജലത്തിലെ സസ്യങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അവർക്ക് ജലമാണ് അതിലെ പരാഗണകാരി എന്ന് പറയുന്നത്. അവയ്ക്ക് ഈ ഷഡ്പദങ്ങളെയൊന്നും ആകർഷിക്കുകയൊന്നും വേണ്ട. ഈ തേൻ അല്ലെങ്കിൽ നിറങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഷഡ്പദങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ജലത്തിലെ കാണപ്പെടുന്ന സസ്യങ്ങൾക്കൊന്നും തന്നെ ആകർഷകമായിട്ടുള്ള ഒരു നിറമോ അതുപോലെ തേനോ ഒന്നും കാണപ്പെടുന്നില്ല. ഭൂരിഭാഗം സപുഷ്പികളും വ്യത്യസ്ത തരം ജീവികളെ പരാഗണകാരികളായി ഉപയോഗിക്കുന്നുണ്ട്. തേനീച്ച, പൂമ്പാറ്റ, ഈച്ചകൾ, വണ്ടുകൾ, കടന്നൽ, ഉറുമ്പ്, നിശാശലഭം, പക്ഷികൾ, അതായത് ഈ തേൻകുരുവികൾ, ഹമ്മിങ് ബേർഡ്സ്, വവ്വാല്, ഇവയൊക്കെ എന്താണ്? ഇതൊക്കെ സാധാരണ പരാഗണകാരികൾക്ക് ഉദാഹരണമാണ്. ഇനി ജന്തുക്കളിലാണെങ്കിൽ തേനീച്ചകൾ ഒരു പ്രധാനപ്പെട്ട പരാഗണകാരികളാണ്. ഇനി ഈ പ്രൈമേറ്റുകളായ ലിമറുകൾ, മരങ്ങളിൽ ജീവിക്കുന്ന കരണ്ട് തിന്നുന്ന ജീവികൾ, ആർബോറിയൽ റോഡൻസ്, ഉരകങ്ങളായിട്ടുള്ള പല്ലികൾ, ഊന്തുകൾ, ജെക്കോലിസാഡ്, ഇതൊക്കെ എന്താണ്? ചില സസ്യങ്ങളിലെ പരാഗണകാരികളാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ജന്തുക്കൾ വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഈ ജന്തുക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ അനുകൂലനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് വലിപ്പമുള്ളവയായിരിക്കും, വളരെ വലിപ്പമുള്ളത്, എന്നാലല്ലേ ഇതിന് വന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ പൂക്കളുണ്ടായിരിക്കും. അതുപോലെ ചിലപ്പോൾ നല്ല ആകർഷകമുള്ള നിറങ്ങളുള്ളതായിരിക്കും, ചിലപ്പോൾ നല്ല മണമുള്ള പൂക്കളായിരിക്കും, ചിലതിൽ തേനുണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? ഷഡ്പദങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂലനങ്ങളാണ്. ചെറിയ പൂക്കളാണെങ്കിലോ അത് കുറേ എണ്ണം ഉണ്ടായിട്ട് ഇങ്ങനെ കൂട്ടമായി കാണപ്പെടും. അപ്പോൾ ഇങ്ങനെ കൂട്ടമായി എടുത്ത് കാണപ്പെടുമ്പോൾ എന്താണ്? പെട്ടെന്ന് തന്നെ പരാഗണകാരികൾക്ക് അതിനെ ദൃശ്യമാവും, കാണാൻ പറ്റും. ഈച്ചകളും വണ്ടുകളുമാണ് പരാഗണകാരികളെങ്കിലോ ദുർഗന്ധമാണ് ഈ പൂക്കൾക്ക് ഉണ്ടാവുക. അങ്ങനെ ഈ ദുർഗന്ധത്തിലൂടെ ഇത് ഈച്ചകളെയും വണ്ടുകളെയും ഒക്കെ ആകർഷിക്കും. ജന്തുക്കളുടെ സന്ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പൂക്കൾ തേനും പരാഗരേണുക്കളും ഒക്കെ ജന്തുക്കൾക്ക് പ്രദാനം ചെയ്യും. ഇനി ഇതിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൂക്കളിലേക്ക് എത്തുന്ന ഈ ഷഡ്പദങ്ങളോ അതുപോലുള്ള മറ്റ് ജീവികളോ അതിൻ്റെ മുകളിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലേക്ക് ഈ പരാഗരേണുക്കൾ പറ്റിപ്പിടിക്കും. അങ്ങനെ ഈ പരാഗണകാരികൾ പറന്ന് വേറൊരു സസ്യത്തിൽ പോയിരിക്കുമ്പോൾ ഈ പരാഗരേണുക്കൾ അവിടെ ഡെപ്പോസിറ്റ് ആവും. എവിടെ? പരാഗണ സ്ഥലത്ത്, വേറൊരു സസ്യത്തിൻ്റെ. അങ്ങനെ അവിടെ പരാഗണം നടക്കും. ചില സസ്യങ്ങളിലെ സ്പീഷീസുകളിൽ അവയുടെ പൂക്കളിലെ ചില പ്രാണികൾക്ക് മുട്ടയിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ചേനപ്പൂവ് അമോർഫോഫാലസ്, അതൊരു 6 അടിയോളം പൊക്കമുള്ള ഒരു നീളം കൂടിയ, ഏറ്റവും നീളം കൂടിയ ഒരു ചെടിയാണ്. അതിലെന്തായാലും ചില പ്രാണികൾ പോയിട്ട് മുട്ടയിടും. ഇതുപോലെ വേറെ ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റുന്നത് യാക്ക എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. അതും ഒരു തരം നിശാശലഭവും തമ്മിൽ ഭയങ്കര അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇവിടെ ഈ 2 ജീവികൾക്ക്, അതായത് ഈ നിശാശലഭത്തിനും യാക്ക സസ്യത്തിനും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പരസ്പരം സഹായം ആവശ്യമാണ്. യാക്ക സസ്യത്തിൻ്റെ അണ്ഡാശയത്തിനുള്ളിലെ അറകളിലാണ് നിശാശലഭം പോയിട്ട് മുട്ടയിട്ട് വെക്കുന്നത്. തത്സമയം ശലഭത്തിൻ്റെ സഹായത്തോടെ സസ്യത്തിലെ പരാഗണം നടക്കും. യാക്ക ചെടിയുടെ വിത്ത് പാകമാവുമ്പോൾ മുട്ടയിൽ നിന്നും നിശാശലഭങ്ങളുടെ ലാർവകൾ പുറത്തു വരുന്നു. ഇനി ചില ഷഡ്പദങ്ങളുണ്ടല്ലോ, ഭയങ്കര കള്ളന്മാരാണ്. അവരെന്ത് ചെയ്യുന്നറിയോ? പൂക്കളിൽ നിന്ന് പൂമ്പൊടിയും തേനും ഒക്കെ കവർന്നെടുക്കും. പരാഗണമൊന്നും നടത്തൂല്ല, എന്നാൽ പൂക്കളിൽ നിന്ന് എന്ത് ചെയ്യും? പൂമ്പൊടിയും തേനും ഒക്കെ കവർന്നെടുക്കും. ഇങ്ങനെ ഉള്ള പരാഗണകാരികളെയാണ് നമ്മൾ പൂമ്പൊടി കവർച്ചക്കാർ അഥവാ തേൻ കവർച്ചക്കാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. കുറേ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അഥവാ പ്രജനന മാർഗങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് സസ്യങ്ങളിൽ ദ്വിലിംഗ പുഷ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പൂക്കളിലെ പരാഗരേണുക്കൾ അതേ പൂക്കളിലെ തന്നെ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ആവുമ്പോൾ എന്താവും? തുടർച്ചയായിട്ട് ഇങ്ങനെ സ്വപരാഗണം നടക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്വയപരാഗണം തുടർച്ചയായി നടക്കുന്നത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ്റെ മലയാളമാണ് അന്ധപ്രജനന നിർവീര്യത എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ സ്വയം പരാഗണം തടയണം, അതുപോലെ പരപരാഗണം പ്രോത്സാഹിപ്പിക്കുകയും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മാർഗങ്ങളുണ്ട്. അതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ബഹിർപ്രജനന മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ചില സ്പീഷീസുകളിൽ പരാഗരേണുക്കൾ സ്വതന്ത്രമാകുന്നതും പരാഗണ സ്ഥലം അവയെ സ്വീകരിക്കാൻ പര്യാപ്തമാകുന്നതും വ്യത്യസ്ത സമയത്തായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് സ്വപരാഗണം നടക്കണമെങ്കിൽ പരാഗരേണുക്കൾ ഉണ്ടാകുന്നതും പരാഗണ സ്ഥലം അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതും ഒരേ സമയത്തായിരിക്കണം. എന്നാൽ ഇതെന്ത് ചെയ്യും? വ്യത്യസ്ത സമയത്ത് ഇത് സംഭവിക്കും. ഒന്നുകിൽ പരാഗരേണുക്കൾ പരാഗണ സ്ഥലം അവയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നതിന് മുൻപോ അതിന് ശേഷമോ പാകമാവും. ഇനി രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ, ചില സസ്യങ്ങളിൽ പരാഗണ സ്ഥലവും പരാഗിയും വ്യത്യസ്ത സ്ഥലങ്ങളിലാവും കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെടുമ്പോൾ അതേ പൂവിൻ്റെ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കില്ല. ഇനി മൂന്നാമത്തെ മാർഗത്തിനെയാണ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതൊരു ജനറ്റിക് സംവിധാനം, ജനിതക സംവിധാനമാണ്. ഇതിൽ ഒരേ പൂവിലെയോ ഒരേ സസ്യത്തിലെ മറ്റൊരു പൂവിലെയോ പരാഗരേണുക്കളെ ആ പൂവിൻ്റെ അണ്ഡാശയവുമായി ബീജസംയോഗം നടക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് ജനിതണ്ടിലൂടെയുള്ള പരാഗരേണുക്കളുടെ വളർച്ച അങ്ങ് തടയപ്പെടും. ഇനി നാലാമതൊരു മാർഗം കൂടിയുണ്ട്, അതാണ് ഏകലിംഗ പുഷ്പങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെ ഏകലിംഗ പുഷ്പങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉദാഹരണമാണ് ആവണക്ക് അഥവാ കാസ്റ്റർ, പിന്നെ ഒന്ന് ചോളം അഥവാ മെയ്സ്. ഇതൊക്കെ എന്താണ്? ഏകലിംഗ പുഷ്പങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളാണ്. ഇതിൽ ഓട്ടോഗമി നടക്കില്ലെങ്കിലും ഇതിലെന്താണ്? ഗെയ്റ്റനോഗമി നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പപ്പായ പോലെയുള്ള സസ്യങ്ങളിലാണെങ്കിൽ ആൺപൂവും പെൺപൂവും 2 വ്യത്യസ്ത സസ്യങ്ങളിലായിട്ട് തന്നെ കാണപ്പെടും. അപ്പോൾ ഇതിലെന്താണ്? ഓട്ടോഗമിയും നടക്കില്ല, ഗെയ്റ്റനോഗമിയും നടക്കില്ല. പരാഗരേണു ജനി സമ്പർക്കം, പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷനെ പറ്റിയാണ് പറയുന്നത്.
പരാഗണത്തിലൂടെ അനുയോജ്യമായ പരാഗരേണുക്കൾ തന്നെയാണ് പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പാക്കാനൊന്നും പറ്റില്ല. മറ്റ് സ്പീഷീസുകളിൽ നിന്നോ അതേ സസ്യത്തിൻ്റെ മറ്റു പൂക്കളിൽ നിന്നോ പരാഗരേണുക്കൾ വന്ന് പരാഗണ സ്ഥലത്ത് പതിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. പരാഗരേണു അനുയോജ്യമായതാണോ അല്ലെങ്കിൽ കോമ്പാക്റ്റബിൾ ആണോ, അനുയോജ്യമല്ലാത്തതാണോ അല്ലെങ്കിൽ ഇൻകോമ്പാക്റ്റബിൾ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? ജനിക്കുണ്ട് അല്ലെങ്കിൽ പിസ്റ്റലിനുണ്ട്. അനുയോജ്യമായ പരാഗരേണു ആണ് വന്നു പതിക്കുന്നതെങ്കിൽ ജനി എന്ത് ചെയ്യും? അതിനെ സ്വീകരിച്ച് പരാഗണശേഷമുള്ള ഘട്ടങ്ങളിലൂടെ നേരെ ബീജസംയോഗത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അനുയോജ്യമല്ലാത്ത പരാഗരേണുവാണ് പതിക്കുന്നതെങ്കിലോ ജനി പരാഗരേണുക്കളുടെ ജനിതണ്ടിലൂടെയുള്ള വളർച്ചയെ തടഞ്ഞ് തിരസ്കരിക്കും. ജനി പരാഗരേണുക്കളെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് ജനിയും പരാഗരേണുക്കളും തമ്മിലുള്ള രാസീയ ആശയവിനിമയത്തിൻ്റെ ഫലമാണ്. അതായത് ഈ ജനിയും പരാഗരേണുക്കളും തമ്മിൽ ചില കെമിക്കൽസ് വഴി ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്തെ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആശയവിനിമയത്തിൻ്റെ ഫലമായിട്ടാണ് ജനി എന്ത് ചെയ്യുന്നത്? ഈ പരാഗരേണുക്കളെ തിരിച്ചറിയുന്നത്, എന്നിട്ട് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ എ എന്ന് പറയുന്ന പിക്ചറിൽ ഇതിൽ പരാഗരേണുക്കൾ വന്ന് മുളയ്ക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പരാഗരേണുക്കൾ വന്നിട്ട് പരാഗണ സ്ഥലത്ത് വീണ് മുളയ്ക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്ന ആ രണ്ടാമത്തെ പിക്ചറിൽ ഇതിൽ പരാഗനാളി ജനിതണ്ടിലൂടെ ഇങ്ങനെ വളർന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മൂന്നാമത്തത് ജനിതണ്ടിലൂടെയുള്ള പരാഗനാളിയുടെ വളർച്ച വ്യക്തമാക്കുന്ന തരത്തിൽ ജനിയുടെ നെടുകെയുള്ള ഛേദമാണ്. ഈ ഒരു പിക്ചർ ഇതിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പരാഗരേണുക്കൾ വന്നിങ്ങനെ ഈ ഒരു വട്ടത്തിൽ ഇങ്ങനെ കാണുന്ന ഇതാണ് എന്ത് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇത് വന്ന് പതിച്ചിട്ട് ഇതിങ്ങനെ താഴേക്ക് വളരാൻ തുടങ്ങുന്നുണ്ട്. ഇനി അടുത്ത പിക്ചറിൽ പറയുന്നത് പരാഗനാളി സൈനർജിഡിലേക്ക് പ്രവേശിക്കുന്നത് വ്യക്തമാക്കുന്ന എഗ് അപ്പാരറ്റസിൻ്റെ ഒരു ചിത്രമാണ്. പരാഗനാളി ഇങ്ങനെ വന്നിട്ട് സൈനർജിഡിലേക്കാണത് പ്രവേശിക്കുന്നത്. അതായത് അനുയോജ്യമായ പരാഗണത്തെ തുടർന്ന് പരാഗരേണു പരാഗണ സ്ഥലത്ത് വെച്ചിട്ട് മുളയ്ക്കും. ഇങ്ങനെ മുളച്ചിട്ട് ഏതെങ്കിലും ഒരു ജേം പോറിലൂടെ പരാഗനാളി ഇങ്ങനെ വളരാൻ തുടങ്ങും. പരാഗരേണുവിലുള്ള എല്ലാ വസ്തുക്കളും പരാഗനാളിയിലേക്ക് നീങ്ങും. പരാഗണ സ്ഥലത്തിൻ്റെയും ജനിതണ്ടിലെയും കലകൾക്ക് ഇടയിലൂടെ പരാഗനാളി വളർന്ന് ഇറങ്ങി നേരെ അണ്ഡാശയത്തിലേക്ക് എത്തുന്നു. ചില പരാഗരേണുക്കൾ 2 കോശങ്ങളുള്ള അവസ്ഥയിൽ സ്വതന്ത്രമാക്കപ്പെടുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കോശമായിരുന്നു? കായിക കോശം അഥവാ വെജിറ്റേറ്റീവ് കോശവും ഉണ്ടാവും, അതാ ജനറേറ്റീവ് കോശവും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ 2 കോശങ്ങളുടെ അവസ്ഥയിൽ സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സസ്യങ്ങളിൽ പരാഗരേണു പരാഗണ സ്ഥലത്ത് വെച്ച് വളരുന്ന സമയത്ത് ജനറേറ്റീവ് കോശം 2ആയിട്ട് വിഭജിക്കും. അങ്ങനെ 2 പുംബീജങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് വിഭജനം നടക്കുന്നത്? ജനറേറ്റീവ് കോശത്തിനാണ് വിഭജനം നടക്കുന്നത്. ജനറേറ്റീവ് കോശം വിഭജിച്ചിട്ട് 2 പുംബീജങ്ങൾ ഉണ്ടാവുന്നു. 3 കോശങ്ങൾ ഉള്ള ഒരു അവസ്ഥയായി മാറും. ഇങ്ങനെ 3 കോശങ്ങളുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ 2 പുംബീജങ്ങളും പിന്നെ ഒരു വെജിറ്റേറ്റീവ് കോശവും. ഇനി 3 കോശങ്ങളുള്ള അവസ്ഥയിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പരാഗരേണുക്കളുള്ള സസ്യങ്ങളിൽ പരാഗനാളി തുടക്കത്തിലേ തന്നെ 2 പുംബീജങ്ങളെ വഹിക്കുന്നുണ്ട്. പരാഗനാളി നേരെ എവിടേക്കെത്തും? അണ്ഡാശയത്തിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് മൈക്രോപൈലിലൂടെ ഓവ്യൂളിലേക്ക് കടക്കും. ഇങ്ങനെ ഓവ്യൂളിലേക്ക് കടന്നിട്ട് ഫിലിഫോം അപ്പാരറ്റസിലൂടെ ഏതെങ്കിലും ഒരു സൈനർജിഡ് കോശത്തിലേക്ക് എത്തും. സൈനർജിഡിൻ്റെ മൈക്രോപൈലാർ അറ്റത്തുള്ള ഫിലിഫോം അപ്പാരറ്റസ് പരാഗനാളിയുടെ വളർച്ചയുടെ ദിശയെ നിയന്ത്രിക്കുന്നു. പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് മുതൽ പരാഗനാളി ഓവ്യൂളിൽ എത്തുന്നത് വരെയുള്ള ഘട്ടങ്ങളെയാണ് പരാഗരേണു ജനി സമ്പർക്കമെന്ന് അറിയപ്പെടുന്നത്. പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് വന്ന് പതിച്ച് അതവിടെ മുളച്ച് നേരെ പരാഗനാളി ഉണ്ടായി അത് നേരെ ഓവ്യൂളിലെത്തും. അതുവരെയുള്ള ആ ഘട്ടങ്ങളെയാണ് പരാഗരേണു ജനി സമ്പർക്കമെന്ന് അറിയപ്പെടുന്നത്. പരാഗരേണുക്കളെ തിരിച്ചറിയുന്നതിനെ തുടർന്ന് അവയെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന സജീവമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. ഈ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവ് പരാഗരേണു ജനി സമ്പർക്കത്തിൽ മാറ്റങ്ങൾ വരുത്തി അഭിലഷണീയമായ സങ്കര ഇനങ്ങളെ അനുഗുണമല്ലാത്ത പരാഗണത്തിലൂടെ പോലും ഉൽപ്പാദിപ്പിക്കാൻ സസ്യപാലകർക്ക് കഴിയും. അപ്പോൾ ഈ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വർഗസങ്കലനം നടത്തി
നല്ല അഭിലഷണീയമായിട്ടുള്ള ഗുണങ്ങളുള്ള മെച്ചപ്പെട്ട ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാം. അതായത് സുപ്പീരിയർ വെറൈറ്റീസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറയാം. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് പരാഗരേണു ജനി സമ്പർക്കത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അഭിലഷണീയമായിട്ടുള്ള നല്ല പരാഗരേണുക്കളെ പതിപ്പിച്ചൊക്കെയാണിത് ചെയ്യുന്നത്. ഇങ്ങനെ കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ കൃത്രിമ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കാർഷിക വിളകളുടെ പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമാണ് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അഭിലഷണീയമായ പരാഗരേണുക്കൾ പരാഗണത്തിന് ഉപയോഗിക്കുന്നുവെന്നും പരാഗണ സ്ഥലം അനഭിലഷണീയമായ പരാഗരേണുക്കളാൽ മലിനമാക്കപ്പെടുന്നില്ല എന്നും ഇത്തരം വർഗ്ഗസങ്കരണ പരീക്ഷണങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഭിലഷണീയമായ പരാഗരേണുക്കൾ തന്നെയാണ് അവിടെ വന്ന് പതിക്കുന്നത്. അഭിലഷണീയമല്ലാത്തത് കൊണ്ട് ഈ അഭിലഷണീയമല്ലാത്തവ വന്ന് പതിച്ച് പരാഗണ സ്ഥലം മലിനമാകപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് എമാസ്കുലേഷൻ. രണ്ടാമത് ചെയ്യേണ്ടത് ബാഗിംഗ് ആണ്. എമാസ്കുലേഷൻ എന്ന് പറയുമ്പോൾ അത് പേര് കേൾക്കുന്നത് പോലെ വലിയ കാര്യമൊന്നുമില്ല. ഒരു മാതൃസസ്യം ഉണ്ടാവും, ഒരു പിതൃസസ്യം ഉണ്ടാവും. അപ്പോൾ ഈ മാതൃസസ്യം ദ്വിലിംഗ പുഷ്പമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? അവയുടെ പൂമൊട്ടിൽ നിന്ന് വളർച്ച പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേസരം ഒരു ഫോർസെപ്സ് കൊണ്ടങ്ങ് മുറിച്ചു മാറ്റും. അതിനെയാണ് എമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അഥവാ കേസരങ്ങളെ നീക്കം ചെയ്യുക. ദ്വിലിംഗ പുഷ്പങ്ങളിലെ കേസരങ്ങൾ ഫോർസെപ്സ് വെച്ചിട്ട് മുറിച്ചു മാറ്റും. അതിനെയാണ് എമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കേസരം നീക്കം ചെയ്ത പുഷ്പങ്ങളെ അനുയോജ്യമായ വലിപ്പമുള്ള ബട്ടർ പേപ്പർ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ കൊണ്ട് മൂടിയിട്ട് സംരക്ഷിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ബാഗിങ് എന്ന് പറയുന്നത്. അതായത് ആവശ്യത്തിന് വലിപ്പമുള്ള കറക്റ്റ് വലിപ്പമുള്ള ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് സംരക്ഷിക്കുന്നതിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ബാഗിങ് ചെയ്താൽ എന്താണ് ഗുണം? മറ്റു പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാഗ് ചെയ്യപ്പെട്ട പൂക്കളുടെ പരാഗണ സ്ഥലം പരാഗരേണുക്കളെ സ്വീകരിക്കാൻ പ്രാപ്തമാകുന്ന ആ സമയം എത്തുമ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പിതൃസസ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പിതൃസസ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പാകമായ പരാഗരേണുക്കളെ ശേഖരിച്ചിട്ട് ഈ ബാഗിങ് നടത്തി കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ പരാഗണ സ്ഥലത്ത് വന്ന് പതിപ്പിക്കും. അങ്ങനെ നമ്മൾ കൃത്രിമമായി പരാഗണം ചെയ്യുന്നു. മാതൃസസ്യം ഏകലിംഗ പുഷ്പങ്ങളുള്ളതാണെങ്കിലോ അപ്പം നമുക്ക് ഈ എമാസ്കുലേഷൻ അഥവാ കേസരം നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. പൂമൊട്ട് വിരിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ബാഗിങ് മാത്രം ചെയ്യും. അപ്പോൾ പരാഗണ സ്ഥലം പരാഗരേണുക്കളെ സ്വീകരിക്കാൻ പ്രാപ്തമാവുമ്പോൾ അഭിലഷണീയമായ പരാഗരേണുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പരാഗണം നടത്താം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഈ ഇങ്ങനെ കവർ ചെയ്ത് വെക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ബാഗിങ് നടത്തും. ഇനി എന്താണ് ദ്വിബീജ സംയോഗം അഥവാ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് നോക്കാം. പരാഗനാളി ഏതെങ്കിലും ഒരു സൈനർജിഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 പുംബീജങ്ങളെയും സൈനർജിഡിൻ്റെ കോശദ്രവ്യത്തിലേക്ക് സ്വതന്ത്രമാകും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനറേറ്റീവ് കോശം വിഭജിച്ച് 2 പുംബീജം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പരാഗനാളി ഇങ്ങനെ വളർന്ന് സൈനർജിഡിലേക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ സൈനർജിഡിൽ എത്തിക്കഴിയുമ്പോൾ 2 പുംബീജങ്ങൾ എന്ത് ചെയ്യും? സൈനർജിഡിൻ്റെ കോശദ്രവ്യത്തിലേക്ക് അങ്ങ് സ്വതന്ത്രമാക്കും. ഇതിലൊരു പുംബീജം നേരെ എന്ത് ചെയ്യും? അണ്ഡകോശത്തിലേക്ക് നീങ്ങി അതിൻ്റെ മർമ്മവുമായിട്ട് സംയോജിക്കും. അതിനെയാണ് നമ്മൾ സിംഗമി എന്ന് പറയുന്നത്. പുംബീജവും അണ്ഡകോശവും തമ്മിൽ സംയോജിക്കുന്നതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. ഇത് ഡിപ്ലോയിഡ് കോശമായ സിക്താണ്ഡം അഥവാ സൈഗോട്ടിൻ്റെ രൂപീകരണത്തിന് കാരണമാകും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള അണ്ഡകോശവും ഹാപ്ലോയിഡ് ആയിട്ടുള്ള പുംബീജവും തമ്മിൽ സംയോജിച്ചിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സിക്താണ്ഡം ഉണ്ടാകുന്നു. രണ്ടാമത്തെ പുംബീജം കേന്ദ്രകോശം അഥവാ സെൻട്രൽ സെല്ലിൽ എന്തുണ്ട്? 2 പോളാർ മർമ്മം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പോളാർ മർമ്മങ്ങളിലേക്ക് രണ്ടാമത്തെ പുംബീജം നീങ്ങിയിട്ട് അവയുമായിട്ട് അങ്ങ് സംയോജിക്കും. അപ്പോൾ എന്തായി? 3 മർമ്മങ്ങൾ ഒരുമിച്ച് സംയോജിച്ച് നിൽക്കും. അങ്ങനെ ട്രിപ്ലോയിഡ് ആയ അവസ്ഥയിലുണ്ടാവും. അതാണ് പ്രാഥമിക ബീജാന്ന മർമ്മം. ഇങ്ങനെയാണ് പ്രാഥമിക ബീജാന്ന മർമ്മം അഥവാ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് PEN എന്ന് പറയും. അതുണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഈ പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത്? 3 ഏകപ്ലോയിഡ് മർമ്മങ്ങൾ സംയോജിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ബീജസംയോഗത്തിൽ സിംഗമിയുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ, ഇങ്ങനെ 2 തരത്തിലുള്ള മർമ്മ സംയോഗങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആവൃത ബീജസസ്യങ്ങൾ അതായത് സപുഷ്പികളിലൊക്കെ ബീജസംയോഗം എന്താണ്? ദ്വിബീജ സംയോഗമാണ് നടക്കുന്നത്. 2 പ്രാവശ്യം നടക്കുന്നുണ്ടല്ലോ. ഒന്ന് സിംഗമി, പിന്നെ ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ട് ഈ സപുഷ്പികളിലെ ബീജസംയോഗം എന്താണ്? ദ്വിബീജ സംയോഗമാണ്. ഇവിടെ നടക്കുന്നത് ദ്വിബീജ സംയോഗമാണ്.
ആവൃത ബീജസസ്യങ്ങളുടെ സവിശേഷതയാണ് ദ്വിബീജ സംയോഗം. മധ്യകോശം ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായി പ്രാഥമിക ബീജാന കോശമായും അതായത് പ്രൈമറി എൻഡോസ്പേം സെല്ലായും പിന്നീട് ബീജാനം അഥവാ എൻഡോസ്പേമായും മാറും. അതേസമയം സിക്താണ്ഡത്തിന് എന്ത് സംഭവിക്കും? സിക്താണ്ഡം ഭ്രൂണമായി വികസിക്കുന്നു. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ അറിയാം സിക്താണ്ഡം, ബീജാനം എന്നിവ കാണിക്കുന്ന ബീജസംയോഗം നടന്നിട്ടുള്ള ഒരു ഭ്രൂണസഞ്ചിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മൈക്രോപൈലാർ എൻഡിൽ നശിച്ചു പോകുന്ന സൈനർജിഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചലാസൽ എൻഡിലും ഉണ്ട്, നശിച്ചു പോകുന്ന ആൻറ്റിപോഡൽ കോശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിക്താണ്ഡം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് മുകളിൽ. അതുപോലെ നടുവിൽ പ്രാഥമിക ബീജാനകോശം, പ്രാഥമിക ബീജാന മർമ്മകോശം ഇതിലെങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീജസംയോഗത്തിന് ശേഷമുള്ള ഘടനയും ഘട്ടങ്ങളും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രെച്ചേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.